നിങ്ങൾ പറഞ്ഞ 10 കാര്യങ്ങൾ എണ്ണി നോക്കി നിങ്ങൾ സാക്ഷിക്ക് വരെ പറ്റൂല. സമനില തെറ്റിയിട്ടുണ്ട്. സമനില തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ വാക്ക് പോലും സമനില തെറ്റിയ അവസ്ഥയിൽ പറഞ്ഞതാണ്. മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ പാടില്ല, അത് വളരെ പൊക്കലാണ്. ഖുതുബുൽ ആലം എന്ന ബുക്ക് പിൻവലിക്കുന്നു. മടവൂർ കാഫിലയുമായി ബന്ധമില്ലെന്ന് പറയുന്നു. എന്റെ ശൈഖുന എന്നത് കട്ട് ചെയ്യുന്നു. മടവൂർ ശൈഖുനയുടെ വീടായ ചിറ്റടി മീത്തൽ അതിന് മഹത്വമില്ലെന്ന് പറയുന്നു. ശൈഖുനാന്റെ കറാമത്ത് പറയാൻ പാടില്ലെന്ന് പറയുന്നു. ശൈഖുനായുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ പറയരുത് എന്ന് പ്രസംഗിക്കുന്നു. ഇതെല്ലാം ചെയ്ത നിങ്ങൾ പിന്നെ എന്തിന് മടവൂർ ശൈഖുനാന്റെ മഹത്വം പറയണം? അല്ലെങ്കിൽ ശൈഖുന ഞങ്ങളുടെ ആ വാക്കുകൊണ്ടാണ് എന്ന് നിങ്ങൾ എങ്ങനെ പറയും? നിങ്ങൾക്കത് പറയാനുള്ള ഒരു അവകാശമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ പറഞ്ഞ് ലാഹിറായ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ആളല്ല ശൈഖുന, അതുകൊണ്ട് തന്നെ നമുക്ക് എന്റെ ശൈഖുന എന്ന് കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ കാരണം ഉണ്ടല്ലോ, ആ കാരണം എടുത്തുകൊണ്ട് പറയട്ടെ. നിങ്ങൾ എന്തിനാ മടവൂര് പോണ്? മടവൂർ ശൈഖുനാനെ കുറിച്ച് പറയുന്നത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്തിന് മടവൂരിൽ പോകുന്നു? എന്തിന് നേർച്ചക്കുറ്റി വെക്കുന്നു? നിങ്ങൾ ശരിക്ക് ചെയ്യേണ്ട എന്താ? കണ്ണിയത്ത് ഉസ്താദിന്റെ EK ഉസ്താദിന്റെ ഒക്കെ ഖബർ ഹയാത്താക്കല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്, ഖബർ സിയാറത്ത്. കാരണം ഉസ്താദിനെയാണ് പിന്തുടരേണ്ടത് ഞങ്ങൾ പറഞ്ഞ്. പിന്നെ കണ്ണിയത്ത് ഉസ്താദിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോ അവിടെ പിന്നെ ഒന്നും പറയാല്ല, അല്ലേ? ദീനിന്റെ ബലി പറഞ്ഞ സൂക്ഷ്മത അനുസരിച്ചൊക്കെ ജീവിച്ചു എന്ന് പറയാലോ. അങ്ങനെ ജീവിച്ച കണ്ണിയത്ത് ഉസ്താദ്, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എത്ര വട്ടം അവരെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളോടൊന്ന് പറയും. നിങ്ങൾ എല്ലാത്തിനും പിന്നി പോകുന്ന മടവൂരിലേക്ക് തന്നെയാണല്ലോ. അതെന്തിനാ പിന്നെ അവിടെ പോകുന്നത്? സാക്ഷിക്ക് പറ്റൂല എന്ന് പ്രസംഗിക്കുക, എന്തിനാ ഉയർത്തുന്നത് എന്ന് പ്രസംഗിക്കുക, എന്നിട്ട് ആവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ ഓടുന്നത് എങ്ങോട്ടും മടവൂരിലേക്ക്. സത്യത്തിൽ നിങ്ങൾ ഹയാത്താക്കേണ്ടത് ഏതാ? നിങ്ങളെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. മഹാനരായ കണ്ണിയത്ത് ഉസ്താദ് നിങ്ങളത് ഹയാത്താക്കണ്ടേ? എത്ര വട്ടങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുണ്ട് അവിടെ?